നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സെന്റ് പീറ്റേഴ്സ് ദേവാലയം തിരുവനന്തപുരത്ത് നിന്നും 11 കിലോമീറ്റർ ദൂരത്ത് സ്ഥിതി ചെയ്യുന്ന കണ്ണാന്തുറ മാതാവിന്റെ തീർത്ഥാടന കേന്ദ്രം. വെട്ടുകാട് ദേവാലയത്തിന് സമീപമായി സ്ഥിതി ചെയ്യുന്ന കണ്ണാന്തുറ മാതാവിന്റെ ഈ ദേവാലയം വളരെ മനോഹരമായാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത്. ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്നും ഇസ്രായേൽ ജനത്തെ കർത്താവായ യഹോവ മോചിപ്പിച്ച് അവർക്ക് അവകാശമായി കൊടുത്ത പാലും തേനും ഒഴുകുന്ന ദേശമായ കാനാൻ ദേശത്തിന്റെ നാമകരണത്തിൽ നിന്നുമാണ് കാനാൻതുറ എന്ന നാമം ഇടവകയ്ക്ക് നൽകിയത്. ദേവാലയത്തിന് മുന്നിലായി തന്നെ അമ്മ മറിയത്തിന്റെ തിരുസ്വരൂപം വളരെ മനോഹരമായി സ്ഥാപിച്ചിരിക്കുന്നത് കാണാം. വിശ്വാസികൾക്ക് മെഴുകുതിരികൾ കത്തിച്ച് പ്രാർത്ഥിക്കുന്നതിനുള്ള സൗകര്യവും അമ്മയുടെ തിരുമുമ്പിൽ ഒരുക്കിയിരിക്കുന്നു. അറബിക്കടലിന്റെ തീരത്തായി സ്ഥിതി ചെയ്യുന്ന ദേവാലയത്തിന് നൂറ്റാണ്ടുകളുടെ ചരിത്രമുണ്ട്. 1867 മുമ്പ് പള്ളിത്തുറ മുതൽ ചെറിയ തുറ വരെയുള്ള പ്രദേശങ്ങൾ ശ്രീ പണ്ടാരമക ഭൂമിയായിരുന്നെങ്കിലും 1867 നിലവിൽ വന്ന ഭൂപരിഷ്കരണ നിയമപ്രകാരം വന്ന കാണാപ്പാട്ട് വിളംബരത്തോടെ ഭൂമി അവിടെയുണ്ടായിരുന്ന കുടിയാന്മാർക്ക് പതിച്ചു കൊടുക്കുകയുണ്ടായി. ഇപ്പോൾ ദേവാലയം ഇരിക്കുന്ന ഈ പ്രദേശം അന്ന് ഭൂപരിഷ്കരണ നിയമപ്രകാരം മുത്തയ്യൻ നാടാർ എന്ന വ്യക്തിക്ക് പതിച്ചു കിട്ടിയ കൈവശാവകാശ ഭൂമിയായിരുന്നു. വിശ്വാസ പ്രചാരണത്തിന്റെ ഭാഗമായി വിശുദ്ധ തോമസ് ലീഹ AD 50-52 കാലഘട്ടങ്ങളിൽ കേരളത്തിന്റെ തീരപ്രദേശങ്ങളിലൂടെ കടന്നു പോവുകയും ചിലയിടങ്ങളിൽ അദ്ദേഹം കൽക്കുരിശുകൾ സ്ഥാപിക്കുകയും ചെയ്യുകയുണ്ടായി. അങ്ങനെ ഇവിടെയും ഒരു കൽക്കുരിശ് അദ്ദേഹം സ്ഥാപിച്ചു. അന്ന് ഈ പ്രദേശത്ത് താമസിച്ചിരുന്നത് നമ്പൂതിരി കുടുംബങ്ങളാണ് എന്ന് പറയപ്പെടുന്നു. അങ്ങനെ അന്ന് തോമസ് ലീഹ സ്ഥാപിച്ച ആ കൽക്കുരിശിൽ നിന്നുമാണ് ഇന്നീ കാണുന്ന മനോഹരമായ ദേവാലയം നിർമ്മിതമായത്. അദ്ദേഹം നാട്ടിയ ആ കൽക്കുരിശിനെ മഴയും വെയിലും കൊണ്ട് നശിച്ചു പോകാതിരിക്കുവാൻ അന്ന് ഈ പ്രദേശത്ത് താമസിച്ചിരുന്ന മുക്കുവരായിരുന്ന നമ്പൂതിരി കുടുംബങ്ങൾ ഒരു ഓലപ്പുര കെട്ടി സംരക്ഷിച്ചു. വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ ഈ പ്രദേശത്ത് വരികയും ക്രിസ്തുമതം കൂടുതൽ പ്രചാരത്തിൽ വരികയും ചെയ്തു. 1595 കണ്ണാന്തുറയിൽ ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നതായി ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ തീരത്ത് ഓലമേഞ്ഞൊരു പള്ളി പണിയുകയും ആ കൽക്കുരിശ് അതിൽ സ്ഥാപിച്ച് പ്രാർത്ഥനകൾ നടത്തിയിരുന്നതും 1784 ഫാദർ പൗലോനിയോസ് ബർത്തലോമിയോ ആയിരുന്നു. അങ്ങനെയിരിക്കെ ശ്രീമൂലം തിരുനാൾ മഹാരാജാവ് 1902 ശംഖുമുഖത്ത് ആറാട്ട് മണ്ഡപം പണിയുകയും അന്ന് മണ്ഡപത്തിന്റെ പണികൾക്ക് രാജാവിനെ സഹായിച്ചത് കണ്ണാന്തുറ പ്രദേശവാസികളും ആയിരുന്നു. അന്ന് റോഡുകളോ വാഹനങ്ങളോ ഇല്ലാതിരുന്നതിനാൽ ആറാട്ട് മണ്ഡപത്തിനാവശ്യമായ കൽത്തൂണുകൾ ചെറിയ തോണികളിൽ ചാക്കത്തോട് തീരത്താണ് കൊണ്ടുവന്നിരുന്നത്. 3-4 പേർ ചേർന്ന് തോളുകളിൽ ചുമന്നും വലിയ വടങ്ങൾ കെട്ടിവലിച്ചും അവ ശംഖുമുഖത്തെത്തിച്ചത് കണ്ണാന്തുറ പ്രദേശവാസികളായിരുന്നു. അവരുടെ സഹകരണത്തിൽ ആകർഷണിതനായ രാജാവ് അവരുടെ ഓല കൊണ്ട് പണിഞ്ഞ പള്ളി വന്ന് കാണുവാൻ ഇടയായി. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കൽക്കുരിശും പാരമ്പര്യ ക്രിസ്തുവിശ്വാസത്തെയും മാനിച്ച മഹാരാജാവ് ഓലപ്പുരയ്ക്കകത്താണെങ്കിലും കൽക്കുരിശ് ഒരു കൽമണ്ഡപത്തിനകത്താവണം നിർത്തേണ്ടത് എന്ന് ആഗ്രഹിക്കുകയും 4 കരിങ്കൽ തൂണുകൾ നൽകുകയും ചെയ്തു. അങ്ങനെ അന്ന് പുരാതനമായ കൽക്കുരിശ് കൽമണ്ഡപത്തിൽ സ്ഥാപിക്കപ്പെട്ടു. ആ കാലങ്ങളിൽ ഈ പ്രദേശങ്ങളിൽ റോഡോ വാഹന സൗകര്യമോ ഉണ്ടായിരുന്നില്ല. സ്ഥലപരിമിതി മൂലം ഓല കൊണ്ടുള്ള പള്ളി മാറ്റി കുറച്ചുകൂടി വലിയ പള്ളി കല്ലും ഓടും കൊണ്ട് പണിയുന്നതിന് 1916 തീരുമാനമായി. എന്നാൽ വാഹന സൗകര്യങ്ങളൊന്നും ഇല്ലാതിരുന്നതിനാൽ പള്ളി നിർമ്മാണത്തിനാവശ്യമായ സാധനങ്ങൾ വള്ളത്തിലായിരുന്നു കൊണ്ടുവന്നത്. ചാക്കത്തോട് തീരത്തെത്തുന്ന നിർമ്മിത സാധനങ്ങളായ കല്ലും മണലും മറ്റ് സാധനങ്ങളും വിശ്വാസികൾ തലയ്ക്ക് ചുമന്നാണ് ദേവാലയ പരിസരത്ത് എത്തിച്ചിരുന്നത്. അന്ന് മത്സ്യക്കച്ചവടത്തിന് പോയിരുന്ന സ്ത്രീകൾ മത്സ്യക്കച്ചവടം കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ അവരുടെ കൊട്ടകളിൽ കല്ലും മണലും ദേവാലയത്തിൽ കൊണ്ടുവന്ന് സഹായിച്ചിരുന്നതായും പറയപ്പെടുന്നുണ്ട്. അങ്ങനെ ദേവാലയ പണി പൂർത്തിയായി. 1924 മാർച്ച് 1 വെഞ്ചരിപ്പും നടന്നു. അന്ന് ഈ പള്ളിക്ക് വിശുദ്ധ പത്രോസ് ലീഹയുടെ പേര് നിർദ്ദേശിക്കപ്പെടുകയും വിശുദ്ധ പത്രോസ് ലീഹയുടെ സ്വരൂപം കൊല്ലത്ത് പണി കഴിപ്പിച്ച് അവിടെ നിന്നും വള്ളത്തിൽ ചാക്കത്തോട് തീരത്തിൽ കൊണ്ടുവരികയും ചെയ്തു. അവിടെ നിന്നും വിശ്വാസികൾ സ്വരൂപം ചുമന്നാണ് ദേവാലയത്തിലെത്തിച്ചത്. അന്ന് വിശ്വാസികളിൽ ആരെങ്കിലും മരണപ്പെട്ടാൽ പള്ളിക്ക് പൊതുവായി ഒരു ശ്മശാനമില്ലാതിരുന്ന കാരണത്താൽ അടക്കിയിരുന്നത് പള്ളി പരിസരത്തായിരുന്നു. എന്നാൽ പള്ളി സെമിത്തേരിക്കായി അന്ന എന്ന നാടാർ സ്ത്രീ 1936 ഭൂമി ദാനമായി നൽകുകയുണ്ടായി. ദേവാലയത്തിൽ വിശ്വാസികളുടെ തിരക്ക് വർദ്ധിക്കുവാൻ തുടങ്ങിയത് വീണ്ടും പുതിയ വലിയൊരു ദേവാലയത്തിന്റെ നിർമ്മിതിക്കുള്ള ആശയങ്ങൾക്ക് കാരണമായി. അങ്ങനെ 2008 ഏപ്രിൽ 7 പുതിയ വലിയ ദേവാലയത്തിനുള്ള തറക്കല്ല് ഇടവക ജനങ്ങളുടെ സാന്നിധ്യത്തിൽ ഇടുകയും അങ്ങനെ 2008 ജൂൺ 16 പുതിയ ദേവാലയത്തിന്റെ പണികൾ ആരംഭിക്കുകയും ചെയ്തു. 2009 ജനുവരിയോടുകൂടി പഴയ ദേവാലയം പൂർണ്ണമായി നിലംപൊത്തി. അങ്ങനെ വിശുദ്ധ പത്രോസ് ലീഹായുടെ നാമധേയത്തിലുള്ള പുതിയ ദേവാലയം 2.5 വർഷം കൊണ്ട് പണി പൂർത്തിയായി.
അങ്ങനെ 2010 ഡിസംബർ 23 ഈ കാണുന്ന പുതിയ ദേവാലയം വെഞ്ചരിക്കപ്പെട്ടു. ദേവാലയത്തിന് ഉൾവശമെല്ലാം വളരെ മനോഹരമായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. വെണ്ണക്കല്ലുകൾ പാകി തറ അലങ്കാരമാക്കിയിട്ടുണ്ട്. നിരവധി കൊത്തുപണികളും ചിത്രപ്പണികളും കൊണ്ട് ദേവാലയത്തിന്റെ മട്ടുപ്പാവ് മോടി പിടിപ്പിച്ചിരിക്കുന്നത് കാണാം. ദേവാലയത്തിന്റെ ചുവരുകളിൽ ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തെ അനുസ്മരിപ്പിക്കുന്ന ചിത്രങ്ങൾ ഒരുക്കിയിരിക്കുന്നു. വിശ്വാസികൾക്ക് സ്വതന്ത്രമായും സൗകര്യമായും പ്രാർത്ഥിക്കുന്നതിനുള്ള ഇരിപ്പിടങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ദേവാലയത്തിന് പുറത്തായി ക്രിസ്തുവിന്റെ കല്ലറയെ അനുസ്മരിക്കുന്ന രീതിയിൽ ഒരു ഗുഹ ഒരുക്കിയിരിക്കുന്നത് കാണാം. ഞാൻ ആ ഗുഹയ്ക്കകത്തേക്ക് പ്രവേശിച്ചു. വിശ്വാസികൾക്ക് പ്രാർത്ഥിക്കുന്നതിനുള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്നു. വളരെ നിശബ്ദമാണ് ഇവിടം. നിരവധി വിശ്വാസികൾ ഇവിടെ വന്ന് തങ്ങളുടെ സങ്കടങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ച് മടങ്ങാറുണ്ട്. വളരെ മനോഹരമായി ഒരു ഗുഹയുടെ രീതിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. വിശ്വാസികൾക്കാണെങ്കിലും വിനോദസഞ്ചാരികൾക്കാണെങ്കിലും ഒരു ഗുഹയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന അനുഭവം ലഭിക്കത്തക്ക രീതിയിൽ തന്നെയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കൽക്കുരിശും മഹാരാജാവ് നൽകിയ കൽത്തൂണുകളും ഒരു കൽമണ്ഡപമായി തന്നെ ദേവാലയത്തിന് പുറത്തായി സ്ഥാപിച്ചിരിക്കുന്നത് കാണാം. നൂറ്റാണ്ടുകളുടെ പഴമയെ അതുപോലെ തന്നെ പുതിയ തലമുറയ്ക്ക് വേണ്ടി നിലനിർത്തിയിരിക്കുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ദേവാലയത്തിന് മുൻഭാഗത്ത് സമുദ്രമാണ്. തീർത്ഥാടകർക്കും വിനോദസഞ്ചാരികൾക്കും ഈ ദേവാലയ സന്ദർശനം സമുദ്രത്തിന്റെ ഭംഗി ആസ്വദിക്കുന്നതിന് സാധ്യമാക്കുന്നു. ഇടവക വിശ്വാസികളുടെ കഠിനമായ പ്രയത്നമാണ് ഇത്രയും മനോഹരമായ ഒരു ദേവാലയം ഇവിടെ ഉയരുവാൻ കാരണം. ഇതാണ് ഇടവക സെമിത്തേരി. വളരെ പ്രശസ്തമായ സെമിത്തേരിയാണ് ഇത്. നൂറ്റാണ്ടുകൾ പഴക്കമുണ്ട് ഈ സെമിത്തേരിക്കും. നിരവധി അത്ഭുതങ്ങൾ ചെയ്യുന്ന മാതാവാണ് കണ്ണാന്തുറ മാതാവ്. രോഗസൗഖ്യവും അത്ഭുതങ്ങളും നൽകുന്ന മാതാവ്. അതുകൊണ്ട് തന്നെ നിരവധി വിശ്വാസികൾ മാതാവിന് നേർച്ചയായി സാരി നൽകി വരുന്നു. ഒരു ദിവസം 20-30 സാരികൾ വരെ ലഭിക്കാറുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. തിരുവനന്തപുരത്ത് നിന്നും 11 കിലോമീറ്റർ ദൂരമാണ് കണ്ണാന്തുറ മാതാവിന്റെ തിരുസന്നിധിക്ക് ഉള്ളത്. 6 കിലോമീറ്റർ ദൂരെ എയർപോർട്ടും 5 കിലോമീറ്റർ മാറി കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷൻ എന്നിവ സ്ഥിതി ചെയ്യുന്നു. തിരുവനന്തപുരത്ത് നിന്നും എപ്പോഴും KSRTC ഇവിടേക്ക് ബസ് സർവീസുകൾ നടത്തുന്നതിനാൽ വിശ്വാസികൾക്കും തീർത്ഥാടകർക്കും വിനോദസഞ്ചാരികൾക്കും വാഹന സൗകര്യം എപ്പോഴും ലഭിക്കുന്നു. വിശാലമായ പാർക്കിംഗ് സൗകര്യവും ഇടവക ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. വെട്ടുകാട് ചർച്ചിൽ നിന്നും വെറും 1.5 കിലോമീറ്റർ ദൂരമാണ് കണ്ണാന്തുറ ദേവാലയത്തിനുള്ളത്. അങ്ങനെ ദേവാലയത്തിന്റെ മനോഹര ദൃശ്യങ്ങൾ പകർത്തിയതിനു ശേഷം ഞാൻ അവിടെ നിന്നും മടങ്ങി.